കൽപ്പറ്റ നഗരസഭയിലെ കെ ജി രവീന്ദ്രന്റെ പട്ടിക തള്ളിയ വരണാധികാരിയുടെ നടപടി നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. ഭരണഘടനാപരമായ തടസ്സമുള്ളതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നും കോടതി വ്യക്തമാക്കുന്നു. ഹർജി ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. വിപിൻ, UDF വലിയ തിരിച്ചടിയായിരുന്നു രവീന്ദ്രന്റെ ഹർജി പത്രിക തള്ളിയത്. നഗരസഭയിൽ UDF ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിരുന്നു. സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഉള്ള ചില നടപടികളാണല്ലോ ഇങ്ങനെ വഴിവെച്ചത്. എന്താണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്? ജില്ലാ വരണാധികാരിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കൽപ്പറ്റ നഗരസഭയിലെ UDF ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ജി രവീന്ദ്രന്റെ പത്രിക തള്ളിയിരുന്നു. ഇതിലാണ് ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ വരണാധികാരിയുടെ നടപടി അത് നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള തടസ്സം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇടപെടാത്തത് എന്നുള്ളതും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഒപ്പം തന്നെ ഇതൊരു റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഈ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് തന്നെ അത് സ്റ്റേ ഉത്തരവും ഒപ്പം തന്നെ കാലഹരണപ്പെട്ട ഒരു നടപടിയാണ് എന്ന് സംസ്ഥാന ഓഡിറ്ററുടെ കത്തും ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ വരണാധികാരി ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രിക തള്ളിയത്. ഇത് ഒരു ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കൂടി കോടതി പറയുന്നുണ്ട്. ഭരണഘടനാപരമായിട്ടുള്ളൊരു പ്രശ്നമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ കോടതി നടത്തിയേനെ എന്നുള്ള ഒരു വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. അബ്ദുൾ റഷീദ് എന്നുള്ള ആളാണ് ഇതിൽ വരണാധികാരിയായി അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹൈക്കോടതി. ഇനി തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് കൂടിയാണ് അറിയിച്ചിട്ടുള്ളത്. 2019 കെ ജി രവീന്ദ്രൻ സെക്രട്ടറി ആയിരുന്ന ഈ വയനാട് കൽപ്പറ്റ നഗരസഭയിലെ സെക്രട്ടറി ആയിരുന്ന ഒരു കാലത്ത് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് ഇദ്ദേഹത്തിനെതിരെ ഒരു റവന്യൂ റിക്കവറി ഉണ്ടായിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് നാമനിർദ്ദേശ പത്രിക തള്ളിയത്. അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തതാണല്ലോ എന്നുള്ളത് കൂടി ഇന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിൽന, വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.